രാവിലെ എഴുന്നേറ്റ് എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറി കേട്ടോ. ഇന്ന് പൂരി ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചത്. അപ്പം ആദ്യം ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കറി ബാജി വെക്കാമെന്നാണ് തീരുമാനിച്ചത് കേട്ടോ. അപ്പം മാളുവിന് ബാജി ഇഷ്ടമല്ല, അതുകൊണ്ട് മാളുവിന് മുട്ടക്കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. അതിനുശേഷം അച്ചായന് ചായ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം അച്ചായൻ രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു കട്ടൻ ചായ പതിവാണ് കേട്ടോ. അപ്പോൾ ചായ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ബാജിക്കുള്ള ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കി കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിനകത്തോട്ട് അങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2 വിസിലടിക്കുമ്പോഴും അത് റെഡിയാവുമല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാളുവിന് ഉള്ള മുട്ടയും കൂടെ അടുപ്പിലോട്ട് വെച്ച് പുഴുങ്ങാം കേട്ടോ. ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും വേണം, കാരണം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ആയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ബാജിക്ക് ഒരു ഉള്ളിയും മുട്ടയ്ക്ക് 2 എണ്ണം, അങ്ങനെ 3 ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് വേഗം ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ. ബാജിയുടെയും മുട്ടയുടെയും ഉള്ളിയെല്ലാം ഒരേപോലെ തന്നെയാണ് അരിയുന്നത്, പക്ഷെ മാറ്റി 2 പാത്രത്തിലോട്ട് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തു, പച്ചമുളകും അരിഞ്ഞെടുത്തു, പിന്നെ മുട്ടയ്ക്ക് ഒരു തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതും കൂടി അരിഞ്ഞെടുത്തു കേട്ടോ. നമ്മൾ ഈ ഓരോന്നും വൃത്തിയാക്കുമ്പം ഒരു പേപ്പർ വെച്ചിട്ട് അതിലോട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ടാണ് നമുക്കവിടെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ആ പേപ്പർ കൊണ്ട് നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇട്ടാൽ മതിയല്ലോ, മറ്റേ തൂത്ത് തുടച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എപ്പോഴും. അപ്പം അതെല്ലാം ചെയ്ത് ഞാൻ മാറ്റി. അതിനുശേഷം അപ്പോഴത്തേനും നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ അടിച്ച് ഞാൻ ഓഫാക്കി വെച്ചായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഞാൻ ആദ്യം ആ കുക്കറിലുള്ള വെള്ളം ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് അത് ഉടച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോള ഇട്ടു, ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, നമ്മുടെ പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി കറിവേപ്പില ഇട്ടു കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ അതിലോട്ട് നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഊറ്റി വെച്ച വെള്ളം ആദ്യമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പം എന്നിട്ട് ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തരം തിളപ്പിക്കില്ല കേട്ടോ. പിന്നെ അതിനെ അന്നേരം തന്നെ ഞാൻ എടുത്ത് മാറ്റി കുക്കറിലോട്ട് തന്നെ തിരിച്ചൊഴിച്ച് വെച്ചു. എന്നിട്ട് ആ ചീനിച്ചിട്ട് കഴിയിട്ട് അതിലോട്ട് മാളിനുള്ള മുട്ടക്കറിയും കൂടെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തീർന്നു. പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ ഞാൻ ഇടുന്നത് എൻ്റെ കൈ സർജറി ചെയ്യുന്നതിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. വോയിസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ്, കാരണം ഇപ്പോൾ എനിക്ക് അടുക്കള ഇപ്പോൾ ഇതുപോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്നത് നോക്കിക്കണം, വലത് കൈ കൊണ്ട് എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യും, പക്ഷേ അത് അത്ര പെർഫെക്റ്റായി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി വിഷമമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ പൂരിക്കറിയൊക്കെ റെഡിയായി. മാളുവിന് ഇന്ന് കൊണ്ടുവന്ന പൂരിയും മുട്ടയാണ് കേട്ടോ. അങ്ങനെ അവർ കഴിച്ച് പോകാനിറങ്ങി, ഞാനും കഴിക്കാൻ.